ഹായ്, ഇന്ന് മോട്ടോയിൻ കസ്റ്റംസിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളിപ്പം ഓഡിയോ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ഉള്ള ഒരു വിഭാഗമാണ് സബ്വൂഫേഴ്സിൽ അണ്ടർ സീറ്റ് സബ്വൂഫർ. എല്ലാവർക്കും കൺവീനിയൻസ് അല്ലെങ്കിൽ സ്പേസ് കളയുന്നത്, ഡിക്കി ലഗേജ് വെക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞാണ് എല്ലാവരും ഈ അണ്ടർ സീറ്റ് സബ്വൂഫറിൽ ഓപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ അണ്ടർ സീറ്റ് സബ്വൂഫേഴ്സും ഒരു ഓഡിയോ ഫയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഓഡിയോ സിസ്റ്റം വെക്കുമ്പം അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന അണ്ടർ സീറ്റ് സബ്വൂഫറുകളല്ല മാർക്കറ്റിൽ വരുന്നത്. നമുക്ക് ബേസിക്കലി വരുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റ് സീരീസ് എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ കമ്പനി ഓഡിയോ സിസ്റ്റത്തിന് ബാക്കപ്പ് കൊടുക്കാവുന്ന ഒരു ഔട്ട്പുട്ടാണ് പൊതുവെ തരുന്നത്. ചിലതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് മാറ്റി വെക്കാവുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. എന്നാലും അങ്ങനെ വരുന്ന ഡിസൈനുകൾ നമുക്ക് കമ്പനി സ്റ്റീരിയോസിന് അല്ലെങ്കിൽ കമ്പനി സ്പീക്കേഴ്സിന് സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് ഒരു ബേസ് വേണം എന്ന് ഉദ്ദേശിക്കുന്നിടത്ത് നമുക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഞാൻ ഇവിടെ ഇന്ന് ഷെയർ ചെയ്യുന്ന 2 ബ്രാൻഡുകളാണ്. ഈ ബ്രാൻഡുകൾ അല്ലാതെ തന്നെ നല്ല ഓഡിയോ ഫയൽസ് ആയിട്ടുള്ള മറ്റ് കുറച്ച് ബ്രാൻഡുകളും കൂടെ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള 2 പ്രോഡക്ട്സ് നിങ്ങൾക്ക് ജസ്റ്റ് സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും ആൽപൈന്റെയും ഹർമൻ കാർഡന്റെയും മോഡൽസ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഹർമൻ കാർഡൻ പണ്ട് JBL അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നൊക്കെ പറയുന്ന സീരീസിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കമ്പനി OEM ആയിട്ടൊക്കെയാണ് ഇപ്പൊ ടാറ്റയിലും ഒക്കെ ആളുകൾ കാണുന്ന ഹർമൻ കാർഡൻ എന്നുള്ള ആ ഒരു ബ്രാൻഡിങ് പൊതുവെ ആളുകളുടെ ഇടയിൽ എത്താൻ തുടങ്ങിയത് കാർ ഓഡിയോയിൽ. അപ്പം ഹർമൻ കാർഡൻ ഇപ്പം അവരുടെ ആ സെയിം ബ്രാൻഡിങ്ങിൽ തന്നെ അവരുടെ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. ചോദിച്ചാൽ JBLും മറ്റും ഒക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെയിം തന്നെയാണ്. എന്നാലും അവരുടെ കുറച്ച് സിഗ്നേച്ചർ എലിമെന്റ്സ് അതിൽ വ്യത്യാസം വരും. ഹർമൻ കാർഡന്റെയും ആൽപൈന്റെയും പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ ഇപ്പൊ ഷോക്കേസ് ചെയ്യുന്നത്. ഇതിൽ രണ്ടിലും ഒരു കാര്യം സെയിം ആയിട്ടുള്ളത്, സിമിലർ ആയിട്ടുള്ളത്, ഇത് രണ്ടും ഒരു സ്ക്വയർ ടൈപ്പ് സബ്വൂഫർ ഡിസൈൻ ആണ്. അതെന്താണെന്ന് വെച്ചാൽ 7 ഇഞ്ച് എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ പൊതുവെ ഇത്രയും നാൾ നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരുന്നത് 10 ഇഞ്ചിന്റെ സബ്വൂഫേഴ്സ് ഒക്കെയാണ്. ഇത് ബ്ലോക്ക് പോലുള്ള ബ്രാൻഡുകളൊക്കെ വളരെ നല്ലതായിട്ട് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം ഈ 10 ഇഞ്ച് സബ്വൂഫേഴ്സ് വളരെ എഫിഷ്യന്റ് ആയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്ന കാറ്റഗറികളാണ്. എന്നാൽ ചില വണ്ടികളിൽ അത് വെക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഥാറ്, 3 ഡോർ ഥാറ്, ജിമിനി, ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ നമുക്ക് വെക്കാൻ ചെറിയ സീറ്റിന്റെ അടിയിൽ വെക്കാനുള്ള പരിമിതികളുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസസിൽ ഒരു ഫിറ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ട് എനിക്ക് പറയാവുന്ന ഒരു മോഡലാണ് പ്രത്യേകിച്ച് ഈ ആൽപൈൻ. ഓൾറെഡി നമ്മൾ ജിമിനിയിലൊക്കെ ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ചെയ്ത വണ്ടികളിൽ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഈ PWE M770 എന്ന് പറയുന്ന മോഡൽ. ഇതിന് കൺട്രോളർ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം ഇതെല്ലാം കോംബോ ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈസിന്റെ കാര്യത്തിൽ ഈ 2 മോഡൽസും ഏകദേശം 30,000 ആ റേഞ്ചിൽ MRP വരുന്ന മോഡൽസ് ആണ്. പക്ഷെ ഞാനിത് എടുത്ത് ഈ വീഡിയോയിൽ ഈ ടൈപ്പ് ഓഫ് സബ്വൂഫേഴ്സ്, ഇങ്ങനത്തെ സ്ക്വയർ അല്ലെങ്കിൽ 7 ഇഞ്ച് സബ്വൂഫേഴ്സ് പറയാൻ കാര്യം, ഇവർ ഇത്രയും പ്രൈസിങ് കൊടുത്ത് ഈ സാധനം ഇറക്കുമ്പോൾ ഇതിൽ തരുന്ന ഔട്ട്പുട്ട് അത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് കാര്യം തന്നെയാണ്. കാര്യം ഇത്രയും ചെറിയ ഒരു മോഡലിൽ ഇവർക്ക് നോർമലി 10 ഇഞ്ചൊക്കെ തരുന്ന ഒരു ഔട്ട്പുട്ട് അത് ഇതിൻ്റെ അകത്ത് ഏറെക്കുറെയൊക്കെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് കിട്ടുന്നു. ഈ പ്രൈസ് മുടക്കുന്നതിൽ അതിന് ഉള്ള ഒരു ഔട്ട്പുട്ട്, ആവശ്യത്തിലേറെ ഔട്ട്പുട്ട് സാധാരണ ഒരു ലിസണറിന് നല്ല രസമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ആൽപൈനിൽ വരുമ്പം ഇതിന് കൺട്രോളർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഫീച്ചർ അതിനുണ്ട്. എന്നാൽ ഹർമൻ ഗാർഡനിൽ നിങ്ങൾക്ക് കൺട്രോളർ വരില്ല. പക്ഷെ ഈ ഹർമൻ ഗാർഡന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത് വലിയ യൂസ് അല്ല, പക്ഷെ പുറം രാജ്യങ്ങളിലൊക്കെ ഈ ഒരു മോഡലിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ 2 സബ്വൂഫേഴ്സ്, ഇത് തന്നെ 2 പീസ് മേടിച്ചാൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് ഇതിനെ രണ്ടിനെയും ഡ്രൈവ് ചെയ്യാനുള്ള വയറിംഗ് കിറ്റ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഹൈക്രോസ്, ഇന്നോവ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ പുറം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യൻ മാർക്കറ്റ്സിലൊക്കെ നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താലും കാണാവുന്ന കാര്യമാണ് 2 അണ്ടർ സീറ്റ് സബ്വൂഫേഴ്സ് യൂസ് ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു ബേസിക് ഇൻസ്റ്റലേഷൻ ആണ്. വലിയ തകർത്തുള്ള ഓഡിയോ വർക്കൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അത് ആവശ്യത്തിന് അത്രയും വലിയൊരു വണ്ടിക്കകത്ത് ആവശ്യത്തിനുള്ള ഒരു ബേസ് അവര് പ്രൊവൈഡ് ചെയ്യും ഈ പ്രോഡക്ട്സ്. അപ്പം നമ്മൾ ഒരിക്കലും സബ്വൂഫർ നമ്മൾ ബോക്സിലോ എൻക്ലോഷറിലോ വെക്കുന്നതിന്റെ
മേളിൽ നിൽക്കുന്നു എന്നല്ല ഇത് പറയുന്നത്. നിങ്ങളുടെ ഈ കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, സീറ്റിന്റെ അടിയിലിരുന്ന് എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ പാട്ട് കേൾക്കാം, ബേസ് കിട്ടും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ലിസണേഴ്സിനാണെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് തീർച്ചയായും നോക്കാവുന്ന കാര്യങ്ങളാണ്. ഇത് ഈ രണ്ട് ബ്രാൻഡ് മാത്രമല്ല, മറ്റ് നല്ല ബ്രാൻഡുകൾ വേറെയും ഈ പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്. അത് ഞാൻ എടുത്തു പറയുന്നു. പക്ഷെ ഇതിപ്പോ എന്റെ കയ്യിലുള്ള രണ്ട് സാമ്പിൾസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. 7x7 എന്ന് പറയുന്ന സൈസിലാണ് നോർമലി ഈ ഒരു ടൈപ്പ് ഓഫ് സ്ക്വയർ സബുകളൊക്കെ വരുന്നത്. ഇത് നേരത്തെയും മാർക്കറ്റിൽ പണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത കേസസ് ഒക്കെ ഉണ്ട്. അന്ന് ഇത്രയും പ്രൈസ് നമുക്കൊരു ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഭയങ്കര നല്ല ഔട്ട്പുട്ട് ആണ് ഈ ഒരു ചെറിയ സാധനത്തിൽ നിന്ന് കിട്ടുന്നത്. ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ധാരാളം പ്രോഡക്ട്സ് ഇങ്ങനെ ധാരാളം ബ്രാൻഡുകൾ കൊണ്ടുവരുന്നു. അവർക്ക് ഒരു വേരിയന്റ്, ഒന്നോ രണ്ടോ വേരിയന്റ് ഇങ്ങനെ കാണും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രൈസ് ഫാക്ടർ അല്ലാന്ന് തോന്നി. കാരണം ഈ ഒരു പ്രൈസിൽ ഇത്രയും ഔട്ട്പുട്ട് തരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് നല്ലൊരു മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ രണ്ടും തോന്നുന്നത്. പ്രത്യേകിച്ച് ഹർമൻ ഗാർഡന് റെഗുലേറ്റർ വരില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ, സബ്വൂഫർ കൺട്രോൾ ഉള്ള സ്റ്റീരിയോയിലൊക്കെ നമുക്ക് കൂടുതലും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ബേസ് കൺട്രോൾ, ഈ പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് ഒരു കൺട്രോളർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഗുണപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.